ഫസ്റ്റ് ചോദിച്ചാൽ പിന്നെയും അങ്ങനെയാണ് പോവുക തീർച്ചയായും. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ വിഷയം വേറെ ആണല്ലോ, തീർച്ചയായും അതിലേക്ക് നിങ്ങൾ വരണം. എവിടെയെന്ന് വെച്ചാൽ കോ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്യണം എന്നല്ല എന്നല്ല പറഞ്ഞത്. അതിൻ്റെ തിന്മകളില്ലാതെയാകണമെങ്കിൽ, പൂർണ്ണമായി അതിൻ്റെ തിന്മകളില്ലാതെയാകണമെങ്കിൽ കോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് മുക്തമായ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെന്നാണ്. അതല്ലാതെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും കോ എഡ്യൂക്കേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ബഹിഷ്കരിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. അത് തീർച്ചയായും സാധ്യമല്ല. അവിടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഇസ്ലാമികമായി ഈ രൂപത്തിൽ ഉള്ള കോ എഡ്യൂക്കേഷൻ്റെ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റവും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇവിടെ സഹോദരി ചോദിച്ച പോലെ ഉള്ളൊരു സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക നിയമങ്ങൾ, ഹിജാബിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുക. അതിൽ പുരുഷന്മാരുമായി ഒറ്റക്കാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും അത് ഒറ്റക്കാകാതിരിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഏത് പ്രോജക്റ്റ് വർക്കിനാണെങ്കിലും ഏത് പ്രവർത്തനത്തിനാണെങ്കിലും നിങ്ങൾക്കത് കഴിയും. പക്ഷേ ആത്മാർത്ഥമായുള്ള ശ്രമം നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ശ്രമം നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് അവിടെ ഉണ്ടാകും. കോ എഡ്യൂക്കേഷൻ എന്നത് ഒരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ അതൊരു ലൈംഗിക പ്രശ്നം മാത്രമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. ഇന്ന് സ്റ്റേറ്റ്സിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പഠനങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതൽക്ക് തന്നെ ബൗദ്ധികമായി, ബുദ്ധിപരമായി തന്നെ കുട്ടികളെ സെഗ്രിഗേറ്റ് ചെയ്യണം എന്നിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ആണ് കാണുന്ന രീതിയിലല്ല പെണ്ണ് കാര്യങ്ങളെ കാണുന്നത് എന്നതുകൊണ്ട്, ആണ് മനസ്സിലാക്കുന്നത് പോലെയല്ല പെണ്ണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് എന്നതുകൊണ്ട് അടിസ്ഥാന വിദ്യാഭ്യാസം മുതൽക്ക് തന്നെ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും വേർപിരിക്കുകയാണ് വേണ്ടത് എന്നിടത്തേക്കാണ് പുതിയ പഠനങ്ങൾ പോകുന്നത്. ബ്രെയിൻ സെക്സ് എന്ന ഒരു പുസ്തകം തന്നെ, ഏറെ വിവാദമുണ്ടാക്കിയ പുസ്തകം തന്നെ ഡോക്ടർ ആനി മോയറിൻ്റെതായി ഇന്ന് ആ വിഷയത്തിൽ ഒരു അടിസ്ഥാന ഗ്രന്ഥം തന്നെയായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കോ എഡ്യൂക്കേഷൻ എന്നുള്ളത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിന് ധാർമ്മികമായ പരിസരമുള്ളതുപോലെ തന്നെ ബൗദ്ധികമായ പരിസരമുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിനോട് കോ എഡ്യൂക്കേഷൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൂടാ, അത്തരം ഒരു സംവിധാനം ത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൂടാ. മറിച്ച് ഇപ്പോഴുള്ള സംവിധാനത്തിൽ ഉള്ള തിന്മകൾ കടന്നു വരാതിരിക്കാൻ ഇസ്ലാമികമായ നിയമങ്ങൾ നമ്മൾ പാലിക്കുക. അതോടൊപ്പം തന്നെ ഇസ്ലാമിക സമൂഹം, നിങ്ങൾക്കെല്ലാം തന്നെ ഒരു സമൂഹത്തിൻ്റെ ഭാവി ഭാഗധേയം എന്നുള്ള നിലക്ക് നിങ്ങൾക്കെല്ലാം തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്ത് എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണിന് എന്തുകൊണ്ട് ഈ പർദ്ദക്കുള്ളിലല്ലാതെ തന്നെ ഒരു പ്രാക്ടിക്കൽ ചെയ്യാൻ കഴിയുന്നൊരവസ്ഥാവിശേഷത്തെക്കുറിച്ച് നമുക്ക് ആലോചിച്ചുകൂടാ. അങ്ങനെയാകുമ്പോൾ അവിടെ അന്യപുരുഷന്മാർ കടന്നു വരാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകണം. എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചുകൂടാ? ഇപ്പോൾ നമുക്ക് ആലോചിച്ചാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് എന്നെങ്കിലും അവിടെ എത്താൻ കഴിഞ്ഞേക്കും. ആലോചനയുണ്ടാകുവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ നാളെ നടപ്പാക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കല്ലേ എന്നാണ് കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷമീം, ആലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന. അപ്പം നമ്മൾ ആ മുസ്ലിങ്ങളോട് ദഅവ നടത്തുമ്പോൾ നമുക്ക് സിമ്പിളായി പറയാം, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, എങ്കിലേ നിങ്ങൾക്ക് സത്യം മനസ്സിലാവും എന്നൊക്കെ നമുക്ക് സിമ്പിളായി പറയാം. പക്ഷേ ഇസ്ലാമല്ലാതെ ഒരുപാട് മതങ്ങൾ വേറെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിമിനും ബാധ്യതയല്ലേ എല്ലാ മതവും പഠിച്ച് കമ്പയർ ചെയ്ത് ഏതാ സത്യം എന്ന് മനസ്സിലാക്കാൻ? പക്ഷെ അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് പ്രാക്ടിക്കലാണോ? ഒരുപാട് കാലം പിടിക്കില്ലേ അതിന്? പിന്നെ ഒരു കാര്യം കൂടെ ഇത് കഴിഞ്ഞിട്ട് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. എവിടെ ഇങ്ങനെ ചില എഴുത്തുകൾ കിട്ടീന്. ഞാൻ എൻ്റെ സെഷനുകളിൽ നിങ്ങൾക്കറിയാം എഴുത്തുകളെ കാര്യമായി പരിഗണിക്കാറില്ല. ആ എഴുത്തിനോടുള്ള പേടിയോണ്ടല്ല, മറിച്ച് ഇതേപോലുള്ളൊരു സെഷനിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒന്ന് തുറന്ന് ചോദിക്കാൻ പഠിക്കുക. നിങ്ങൾ ഒരു പ്രാക്ടിക്കലായി. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം തന്നെ മതം എന്ന് കേൾക്കുമ്പോൾ അത് മുണ്ടാൻ പാടില്ലാത്തൊരു സാധനമാണെന്നുള്ളൊരു കൾച്ചറാണ് നമ്മൾ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. മതം ഇങ്ങനെ ആത്മീയ നേതാക്കൾ ഇങ്ങനെ പറയുക, നമ്മളിങ്ങനെ കുറേ
പിന്നെ പോയത്തക്കാർ കേട്ടിരിക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക, അവരെങ്ങനെ നിലനിർത്തുക. ഇതാണ് സമൂഹത്തിൻ്റെ ഒരു ദൗത്യം എന്നുള്ള രൂപത്തിലാണ്. ഇതല്ല, മതം ചോദ്യം ചെയ്യപ്പെടട്ടെ. അതിന് ചോദ്യം ചെയ്യാനുള്ളൊരു ആർജവം മുസ്ലിങ്ങളെ നമ്മൾക്ക് ഉണ്ടാകണം. അത് തന്നെയാണ് ദഅവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തലം. അത് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനും കൂടിയുള്ളൊരു ധൈര്യം ഉണ്ടാവട്ടെ എന്നുള്ള നിലക്കാണ് ഈ എഴുതി തന്ന ആൾക്കാരും ഒന്ന് നേർക്കൊന്ന് ചോദിക്കുക. ഇവിടെ ചോദ്യം ഇസ്ലാമിനെ പഠിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെ നമ്മളും പഠിക്കണ്ടേ? എല്ലാവർക്കും അത് കഴിയൂല സ്വാഭാവികമായിട്ടും. ഇവിടെ ഇസ്ലാമിനെ പഠിക്കണം എന്ന് പറയുമ്പോൾ വളരെ സവിശേഷമായി നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പടച്ചവൻ്റേതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പടച്ചവൻ്റേതാണ് എന്ന് പറയുന്നൊരു സാധനം പരിശോധിക്കേണ്ട ബാധ്യത മുഴുവനും മനുഷ്യർക്കില്ലേ? പടച്ചവൻ്റേതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരാദർശം, ആ ആദർശത്തെ അറിയേണ്ട ബാധ്യതയില്ലേ? അതേസമയം ലോകത്ത് എല്ലാ മതങ്ങളെയും, ഇന്ത്യയിൽ തന്നെ ശരിക്ക് എണ്ണം കൂട്ടുകയാണെങ്കിൽ 600ഓളം മതങ്ങൾ, എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അസാധ്യമാണ് 600 മതങ്ങളെപ്പറ്റി പഠിച്ചിട്ട് അതിൽ ഏതാണ് ശരിയെന്നല്ല അന്വേഷിച്ചിട്ട് പിന്നെ സ്വീകരിക്കാനാകുമ്പോഴേക്ക് ഏകദേശം പഠിക്കാൻ പറ്റാത്തൊരു കോലത്തിലേക്കാവും നമ്മൾ. എല്ലാം കഴിയില്ല. അത് ഇസ്ലാമിക പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ അതാണ് നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. ഖുർആൻ വായിക്കല്ലേ എന്ന് പറയാൻ ഒരു ഇസ്ലാമിക പ്രബോധക സംഘടന എന്ന് പറയുമ്പോൾ ഓലെക്കുറിച്ച് സങ്കടപ്പെടാൻ തന്നെ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത്ര ആയല്ലോ എന്നുള്ളതാണ് പ്രയാസം. അതെന്താ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു കോംപ്ലക്സിൽ നിന്നുണ്ടാകുന്നതാണ്. ആ കോംപ്ലക്സ് ഇസ്ലാമിൻ്റെ ഇങ്ങനെ വിമർശനം വരുമ്പോൾ ഖുർആനാണ് കോട്ട് ചെയ്യണത്. അപ്പം ഇതെന്താ സംഭവം എന്ന് മനസ്സിലാണില്ല. കോട്ട് ചെയ്യുന്ന ഈ ആയത്ത് നോക്കിയാലോ വിമർശനത്തിൽ അർത്ഥമുണ്ട്. അപ്പോൾ ഇതെങ്ങാനോ ആ മുസ്ലിങ്ങൾ കണ്ടാൽ കഥ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് കൊടുക്കല്ലേ എന്നാണ് പരിഭാഷ. കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. കഥ കഴിഞ്ഞില്ലേ, നമ്മളെ വിശ്വാസം തന്നെ പോയിട്ടുണ്ട്, അപ്പം നീ മറ്റവർക്കും പോയിക്കൂടല്ലോ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഖുർആനിനെ ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഖുർആൻ മാത്രമാണ് ദൈവീകം എന്ന് പ്രഖ്യാപിക്കുന്നൊരു ഗ്രന്ഥം. നമ്മുടെ അടുത്ത് നമുക്ക് ചോദിക്കാനുള്ള കാര്യം, നമ്മുടെ അടുത്ത് നമ്മുടെ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റർ ഒരു മെമ്മോ കൊടുത്തയക്കുന്നു. മെമ്മോ അതിൻ്റെ അടിയിൽ നമ്മൾ ആ മെമ്മോയിൽ അഡ്മിനിസ്ട്രേറ്ററുടെ സീലുണ്ട്, സൈനുണ്ട്. ഈ സീലും സൈനുമുള്ള ഒരു മെമ്മോ നമ്മൾ വായിക്കാതിരിക്കുമോ? നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുമോ? നമ്മൾ അറിയാൻ ശ്രമിക്കാതിരിക്കുമോ? തീർച്ചയായും പരിശ്രമിക്കും. എന്നതിന് ശേഷമാണ് നമുക്കത് നടപ്പാക്കാൻ കഴിയുക, അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കാൻ കഴിയുക. ഇത് അഡ്മിനിസ്ട്രേറ്ററുടേതാണോ? തീർച്ചയായും ആ പേരുണ്ട്, സൈനുണ്ട്. ഇനി ആ സൈന് ശരിയാണോ, പേര് ശരിയാണോ എന്ന് മാത്രം നോക്കേണ്ട പ്രശ്നമുള്ളൂ. അതിൻ്റെ അർത്ഥം ഇങ്ങനൊരു മെമ്മോ വന്നാൽ നമ്മൾ സ്വീകരിക്കണം, നമ്മൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്ത് ഉള്ള എല്ലാ നോട്ടീസും നമ്മൾ നോക്കണം എന്നല്ല. ലോകത്തുള്ള സകല നോട്ടീസും പരിശോധിച്ചിട്ട് നിങ്ങൾ ലോകത്ത് വന്ന എല്ലാവർക്കും വന്ന മെമ്മോ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. ഇവിടെ പ്രശ്നം ദൈവീകം എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന, ദൈവീകം എന്ന് തെളിയിക്കാമെന്ന് സ്വയം പറയുന്ന ഒരേ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥമാണ് നമ്മൾ പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. തീർച്ചയായും നമുക്ക് മതതാരതമ്യ പഠനം നടത്താം. സുഹൃത്ത് പറഞ്ഞതുപോലെ എല്ലാവർക്കും അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ മതതാരതമ്യ പഠനം എന്നുള്ളത് ഇതിന് വേണ്ടിയുള്ളൊരു പരിഹാരമല്ല, നമ്മുടെ ദാവത്തിന് വേണ്ടിയുള്ളൊരു ഏർപ്പാടാണ്. നമുക്ക് തീർച്ചയായും അതേസമയം അതില്ലാതെ തന്നെ ഇസ്ലാമിനെ പ്രസൻറ്റ് ചെയ്യുവാൻ പ്രയാസമല്ല ഖുർആൻ വെച്ചുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാവണം നമ്മുടെ ചോദ്യങ്ങളെന്ന് ശ്രദ്ധിക്കുക. യെസ്. അസ്സലാമു അലൈക്കും. ഒരുപാട് സ്പീക്കേഴ്സിൻ്റെ പ്രഭാഷണത്തിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങളിലുള്ള ഒരുപാട് ഷിർക്കിൻ ആചാരങ്ങളായ ഖുബൂരിസം പോലുള്ള ആചാരങ്ങൾ ഷിയാക്കളിൽ നിന്നും അതുപോലെ ജൂതന്മാരിൽ നിന്നുമാണ്, ജൂതന്മാരുടെ കുടിലതന്ത്രങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വ്യക്തമായ സ്പെസിഫിക്കായ തെളിവുകളുണ്ടോ? ജൂതന്മാർ ഇങ്ങനെ വ്യക്തമായി പ്രവർത്തിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള ഖുബൂരിസങ്ങളെല്ലാം വളർന്ന് പൊന്തുന്നത് എന്നതിന് സ്പെസിഫിക്കായ എവിഡൻസ് തരാൻ പറ്റുമോ?
ഖുബൂരിസത്തിൻ്റെ പിന്നിൽ ജുദായിസമാണ് എന്നതിന് സ്പെസിഫിക് എവിഡൻസ് ഉണ്ടോ?